അൻവറിൻ്റെ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം അൻവറിൻ്റെ മാത്രം അഭിപ്രായമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് അൻവറല്ല, വലിയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, പ്രവർത്തന പരിചയമുണ്ട്, ഒക്കെയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയങ്ങളുമുണ്ട്. ആ നയങ്ങളനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യൂ. ആര് ഏതാൾ അപ്പുറത്ത് നിന്നിരുന്ന് പറഞ്ഞാലും അത്രേ ചെയ്യുള്ളൂ. അൻവറിനെതിരൊന്നുമല്ല ഞങ്ങൾ, അൻവറിന് അനുകൂലമല്ല ഞങ്ങൾ. കാരണം അനുകൂലമാകുന്ന ഒരു നിലപാടത്തിലല്ല അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് വെറുപ്പുമില്ല, അദ്ദേഹത്തോട് നമുക്ക് മതിപ്പുമില്ല. എന്തിനാ അതിനെ പ്രതിരോധമാക്കുന്നു? കോൺഗ്രസിൽ അത് അങ്ങനെ ഒരു ആവശ്യം വന്നാലല്ലേ, അത് അപ്പോഴും ആലോചിക്കാം. നമുക്കെന്തിനാ അതിൻ്റെ കാര്യം? ഞാൻ ചോദിക്കുന്നത് അവിടെ അദ്ദേഹം ജോയി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തീരുമാനമാണ് ഇത് നിങ്ങൾ കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെതായ അഭിപ്രായമില്ലേ? ആ അഭിപ്രായം മനസ്സിലാക്കി ഒരിക്കലും അല്ല. എന്താ ദുഷ്ടലാക്ക് അതിൻ്റെ അകത്ത്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞാൽ അതിലെന്താ ഒരു ദുഷ്ടലാക്ക് വന്നിരിക്കുന്നത്? അദ്ദേഹം മത്സരിക്കുന്നു, കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു എങ്കിൽ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി ഇന്നയാളാവണം എന്ന് അൻവർ പറയുന്നതിൽ എന്താ തെറ്റത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞങ്ങളത് വേണോ വേണ്ടേ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? ഇല്ല, പരിഗണിക്കേണ്ട ഞങ്ങളല്ലേ, അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതറിയിച്ചിട്ടുണ്ട്. ആ പിന്തുണ വേണോ വേണ്ടേ എന്നുള്ളതും നമ്മൾ തീരുമാനിക്കും. ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഉന്നത നേതൃത്വം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ട് മാത്രമേ ഞങ്ങൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുള്ളൂ. ഇതൊരു അസ്വാഭാവികമായ സന്ദർഭമാണ്. ആ സന്ദർഭത്തെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് അത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. പ്രസിഡന്റ്, ഈ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മുൻപ് ചെയ്തുള്ള പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാം അവസാനിച്ചിട്ടില്ല എന്നാണ് അപ്പം നിങ്ങൾ പറയുന്നത്. അതൊന്നും അർത്ഥാക്കണ്ട. ഞാനത് പറഞ്ഞില്ല. എഴുതാപ്പുറം വായിക്കല്ല. ഞാനതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കല്ല. നിങ്ങൾ കുറേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കെട്ടിവെക്കുന്നുണ്ട്. പക്ഷെ ദയവായി അത് വേണ്ട. നമ്മൾ തമ്മിൽ നേരിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മതി നമ്മളെ കച്ചവടം, കേട്ടോ? ഓക്കെ. ഐ.സി. ബാലകൃഷ്ണന്റെ വിഷയത്തില് അവരുടെ ബാധ്യത ഏറ്റെടുക്കുമോ എന്നുള്ളത് KPCC ആണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞത്. ആണ് നിശ്ചയമായി ഞങ്ങളല്ലേ, പിന്നെ ഞങ്ങളല്ലേ ഏറ്റെടുക്കണ്ടേ? ഒളിവിലൊരു പിന്നെ അറസ്റ്റ് വാറണ്ടുള്ള ഒരാൾ പിന്നെ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ പിന്നെ ഒളിവ് താമസിക്കേണ്ടി വരൂല്ലേ? സ്വാഭാവികല്ലേ? ജാമ്യം കിട്ടുന്നവരെ ആൾ ഇതെന്താണ് ജാമ്യം കിട്ടുന്നത്? സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഐ.സി. ബാലകൃഷ്ണൻ 15 ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒറ്റക്ക് പറയേണ്ടത് അഭിപ്രായമല്ല. അതിനൊക്കെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് മുക്കിനും മൂലയിൽ നിന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? സോറി കേട്ടോ. ഓക്കെ.